ഹായ് ഹലോ. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് സിനിമേനെക്കുറിച്ചാണ്. സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. സിനിമ കാണാനും സിനിമയിലെ പാട്ടുകൾ കേൾക്കാനും, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂസ്, അവരുടെ അനുഭവങ്ങൾ, പിന്നെ ക്യാമറ വർക്ക്, സ്ക്രിപ്റ്റ്, നടീനടന്മാർ, അവരുടെ ലൈഫിനെ കുറിച്ച്, അങ്ങനെ ഇപ്പം ഇപ്പോൾ ഒരു പഴയ ഒരു നടി, അപ്പം അവരെ കാണുമ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് അവരെവിടെ ആയിരിക്കും ജനിച്ചത്, അവർക്കിപ്പോൾ എത്ര വയസ്സായി കാണും, അങ്ങനെയൊക്കെ നോക്കാൻ അതൊക്കെ എനിക്ക് ഭയങ്കര എന്താണെന്നറിയത്തില്ല. സിനിമ എന്ന് പറയുന്ന ആ ഒരു മീഡിയ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമകൾ കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം തൊട്ട് ഒരുപാട് നല്ല നല്ല സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് വലിയ ഐഡിയ ഇല്ല, സിനിമേനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇപ്പം നമ്മുടെ പഴയ മലയാള സിനിമകളോ അല്ലെങ്കിൽ തമിഴ് സിനിമകളെയൊക്കെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കോമഡി പറഞ്ഞാൽ പോലും ചിലർക്ക് കാര്യം അവർ ആ പടം കണ്ടിട്ടില്ലാത്തവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കുഞ്ഞിലെ തൊട്ട് നല്ലപോലെ സിനിമ ആസ്വദിച്ച് കാണുന്നതും അതിലെ പാട്ടുകൾ പാടാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള, വീണ്ടും വീണ്ടും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഞാൻ ഇപ്പം വേറൊരാൾക്ക് ഇപ്പോൾ ഒരു സിനിമേനെക്കുറിച്ച്, ഇപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന കുറച്ച് സിനിമകൾ ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇന്നലെ എന്ന് പറഞ്ഞ സിനിമ ശോഭന, സുരേഷ് ഗോപി, ജയറാം ഒക്കെ അഭിനയിച്ച ഇന്നലെ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ വേൾഡിൽ പോയ പോലെയാണ്. അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പത്മരാജൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള പത്മരാജൻ എന്ന് പറയുന്ന ഡയറക്ടറാണ്. പുള്ളിയുടെ സിനിമയാണ് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ, അല്ലെങ്കിൽ ഞാൻ ഗന്ധർവൻ, അങ്ങനെ സിനിമകളൊക്കെ. അപ്പം എനിക്ക് പത്മരാജൻ സിനിമകൾ എല്ലാവരെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ്. അതിനകത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഫസ്റ്റ് അതെന്തുകൊണ്ടാണ് സിനിമേനെ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു മേക്കിംഗ്, അതിൻ്റെ ഒരു ഫ്ലോ, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, അതിൻ്റെ ഒരു ക്യാമറ വർക്ക്, അതിൻ്റെ ഒരു ഡയറക്ഷനൊക്കെ പറഞ്ഞാൽ പീക്ക് ലെവൽ ഓഫ് എന്താ പറയുന്നത്, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ലൈക്ക് ഒരു നല്ലൊരു ലേണിംഗ്, അല്ലെങ്കിൽ നല്ലൊരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സൗന്ദര്യ ബോധമുള്ളൊരു സിനിമ, അല്ലെങ്കിൽ ആ ഇന്നലെ എന്ന് പറയുന്ന ആ ഒരു ഇന്നലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണത്. പിന്നെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഇരുവർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് നമ്മുടെ മോഹൻലാലും പ്രകാശ് രാജ്, പിന്നെ ഐശ്വര്യ ഒക്കെ സൂപ്പറായിട്ടുള്ള ഐശ്വര്യയുടെ ഫസ്റ്റ് സിനിമയാണ്. ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു സിനിമയാണ് അത്. അതിനകത്തെ പാട്ടുകൾ, ഡാൻസ്, അതിൻ്റെ സ്റ്റോറി, അല്ലെങ്കിൽ അതിലെ ഡയലോഗ്, നമ്മുടെ കലഞ്ഞർ അദ്ദേഹത്തിൻ്റെയൊക്കെ MGR അവരുടെയൊക്കെ ഒരു കഥയാണ്, അതിൻ്റെ ഒരു ത്രെഡാണ് അവർ എടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു മേക്കിങ്, നമ്മളെന്താ പറയുന്നത്, ഒരു സിനിമ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമേനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് സിനിമ പഠിക്കണം, സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ഇരുവർ എന്ന് പറഞ്ഞ സിനിമയാണ്. മൂന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമിഴ് സിനിമ തന്നെയാണ്. ഞാനിങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഈ സിനിമകളെല്ലാം ഞാൻ ഒരേ രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. മൂന്നാമത്തെ സിനിമ മഹാനദി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. നമ്മുടെ കമലഹാസൻ്റെ സിനിമയാണ്. സുകന്യയൊക്കെ ഉണ്ട് അതിനകത്ത്. അതിൻ്റെ ഡയറക്ടർ എനിക്ക് ആരെന്നറിയത്തില്ല, പക്ഷേ എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ക്ലാസിക് സിനിമയാണ്. അതൊക്കെ കണ്ടിരിക്കേണ്ട സിനിമയാണ്. അത് ഭയങ്കരപ്പെട്ട ഒരു സ്റ്റോറിയും, എന്ത് ചെയ്യും, എന്തോ ഒരു ഡയറക്ഷൻ, എന്താണ് അതിൻ്റെ ഭയങ്കര പാട്ടുകളൊന്നും അത്ര എന്താ പറയുക, ഭയങ്കര പോപ്പുലറായിട്ടുള്ള പാട്ടുകളൊന്നുമില്ല. പക്ഷേ ആ സിനിമയുടെ ഒരു കഥയും അതിൻ്റെ ഒരു കമലഹാസനെ കുറിച്ച് നമ്മൾ പറയാൻ ആളല്ല, പക്ഷേ ഒരു ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ആക്ടിങ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്, ഈ മഹാനദി എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്കിഷ്ടമുള്ള പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ സുകൃതം. ഇറ്റ് ഈസ് നോട്ട് സുകൃതം, മൈ ഗോഡ്, സിനിമയുടെ പേര് ഞാൻ ഇപ്പോൾ പറയാം. മാധുവും മോഹൻലാലും ഒക്കെ അഭിനയിച്ച സിനിമയാണ്.